നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് വ്യക്തികൾ, അതിലൊന്ന് സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സവാദ് കോഴിക്കോട് സ്വദേശിയാണ്. തൃശ്ശൂർ പേരാമംഗലം മറ്റോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനൊരു അബദ്ധമല്ല, അഹങ്കാരം എന്ന് പറയും. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. ബസ്സിനുള്ളിൽ വെച്ചിട്ട് അവരൊരു മോഡലൊക്കെയാണ് ആ പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. അറിയാമല്ലോ എന്താണ് ആ ലൈംഗിക ചേഷ്ട എന്നുള്ളത്. അപ്പോൾ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. ആ പെൺകുട്ടി അത് ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും കണ്ടക്ടറുടെയും ഒക്കെ ഒരു ഇടപെടൽ കാരണം അവനെ പിടികൂടാൻ സാധിച്ചു. പിടികൂട്ട് പോലീസിലേക്ക് എത്തിച്ച് ഇവൻ ചെയ്ത് തോന്നിവാസമാണ്, തെണ്ടിത്തരമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ് എന്നുള്ള വിവരം എല്ലാവർക്കും മനസ്സിലായി. ഈ ലൈംഗികമായി അത്രത്തോളം അരാജകത്വം അനുഭവിക്കുന്നവരാണോ നമ്മുടെ ചെറുപ്പക്കാർ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ളതാണ്. കേരളത്തിലെ ഒരു യുവാവിനും അതിലൊരു സംശയമില്ല. കാരണം പച്ചയ്ക്ക് ഒരു ബസ്സിൽ ഇരുന്നു കൊണ്ട് തെണ്ടിത്തരം കാണിക്കരുത് എന്ന് ഇന്നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയുമല്ല, ലോകം മുഴുവൻ കണ്ണുകളാണ്. നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടുള്ള കണ്ണുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പോലും മറന്നുകൊണ്ട് ഇമാതിരി തോന്നിവാസം കാണിക്കുന്ന, എന്താ പറയുക, പ്രിഡേറ്റർ എന്ന് വേണേൽ വിളിക്കാം, പെർവെർട്ട് എന്ന് വിളിക്കാം, ഞരമ്പ് രോഗികളെന്നും ഈ പറയുന്ന വേട്ടക്കാരനെന്നും ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ സവാദ് എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ ഈ സവാദിനെ പോലീസ് ജയിലിലേക്ക് അടച്ച് അവിടുന്ന് ജാമ്യം കിട്ടി. അപ്പോൾ പറയുന്നു, ഇത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ഒരു മോഡലാണ്, ആ മോഡൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ കരുവാക്കിയതാണ്, എന്നെ കുറ്റക്കാരനായി, ശരിക്കും ഞാനാണ് ഇര എന്ന് പറയുന്ന ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ ഒരാൾ തന്നെയാണ് ഈ സവാദ് എന്ന് പറയുന്നത്. ഒടുവിൽ ഈ സവാദ് ജയിൽ മോചിതനായി പുറത്തേക്ക് വരുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഈ സംഘടനയിൽ ഉൾപ്പെട്ട പലരുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന പലരും ഈ സംഘടനയിലെ അംഗങ്ങളാണ്. കാര്യം അവർ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ്. പുരുഷന്മാർക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. പുരുഷന്മാർക്കെതിരായി ഇവിടെ നിരന്തരമായ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിൽ ഉള്ള അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള മാർഗത്തിലൂടെ തന്നെയാണ് അക്മ പോലുള്ള ഒരു സംഘടന ഇവിടെ രൂപം കൊണ്ടത്. അപ്പോൾ അങ്ങനെ അക്മയിലുള്ള കുറേയധികം ആളുകൾ നേരെ ഈ സവാദിനെ ജയിലിലേക്ക് ചെന്ന് കണ്ടിട്ട് അവന് സ്വീകരണം ഒരുക്കുന്നു. അതായത് ഈ സവാദിന് സ്വീകരണം കൊടുക്കുന്നു. ശുദ്ധ തെമ്മാടിത്തരം ബസ്സിനകത്തിരുന്ന് കാണിച്ച ഒരു തെണ്ടിയാണ്, ഒരു നാറിയാണെന്ന് പറയേണ്ടി വരും. അയാൾക്ക് സ്വീകരണം കൊടുക്കുന്നു, പൂമാലയൊക്കെ ഇടുന്നു. 4 വശത്ത് നിന്നും ഈ സവാദിൻ്റെ തോളിലേക്ക് പൂമാല വന്ന് വീണത് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ? ഭയങ്കര രസകരമായൊരു കാഴ്ചയായിരുന്നു അത്. അപ്പം ഈ സവാദിനെ അങ്ങനെ നമ്മൾ കേരളം മറന്നു തുടങ്ങി. സവാദിനെ നമ്മൾ മറന്നു. സവാദ് എന്തിനാണ് ഇവനിങ്ങനെ കാണിച്ചല്ലോ, നമ്മൾ കുറച്ച് പേര് അവനെ പരിതപിക്കുകയും കുറച്ച് വാർത്തകളിലൂടെ ഇടം പിടിക്കുകയും ആ പെൺകുട്ടി ഒടുവിൽ പറഞ്ഞ്, എനിക്ക് ഒരു മോഡൽ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ ഇവനെ പോലുള്ളവന്മാരെ ഒന്നും വെച്ചുകൊണ്ട് എനിക്ക് പ്രശസ്തയാവേണ്ട ആവശ്യമൊന്നുമില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി തന്നെ വ്യക്തമാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞല്ലോ, നമ്മളെല്ലാം മറന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പെൺകുട്ടി പറവൂരിൽ നിന്ന്, അതായത് VD സതീശൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട്, ഒരു യുവതി വന്നിട്ട്, ഇതും ഈ മോഡലിങ്ങിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പെൺകുട്ടിയാണ്, വന്നിട്ട് പറയുന്നു, എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിനകത്ത് തോന്നിവാസം അയക്കുന്ന ഒരാളുണ്ട്. തോന്നിവാസം അയച്ചുകൊണ്ട് നമ്മളെ ഒരുമാതിരി അങ്ങ് മറ്റേ എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും എന്തോ ആണിൻ്റെ ഉപഭോഗ വസ്തുവാണ് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അയാളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഹൂ കെയേഴ്സ് എന്നുള്ള മൈൻഡാണ് എന്ന്. അപ്പോൾ ഇനി ഹൂ കെയേഴ്സിലേക്ക് വരാം. ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളക്കാർക്ക് ബോധ്യമായി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നീചനാണ് എന്നുള്ള വിവരം മനസ്സിലായി. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഹൂ കെയേഴ്സ് വന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു മാധ്യമപ്രവർത്തകയെ, ഒരു പ്രമുഖ മാധ്യമപ്രവർത്തന സ്ഥാപനത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മാധ്യമപ്രവർത്തകയെ ഇത്തരത്തിൽ കണ്ണും കൈയും കാണിച്ച് പാതിരാത്രിയിൽ ഉറക്കമിളച്ചിരുന്നുകൊണ്ട് മെസ്സേജ് അയച്ചും വീഡിയോ കോൾ ചെയ്തുമൊക്കെ വശീകരിച്ചുകൊണ്ട് പതുക്കെ അവരുമായി അടുപ്പത്തിലാവുകയും അവരുമായി അവിഹിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾ ചെയ്ത തെറ്റ്. ഇത് സംബന്ധിച്ച് തന്നെയല്ല, അവർ പ്രഗ്നൻ്റായി എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ വാർത്ത അങ്ങോട്ട് പുറത്തു വന്ന സമയത്ത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശക്തമായ ഒരു അടിയായി. അപ്പം ആ തുടക്കത്തിൽ ആരും വിശ്വസിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ടവരാണ് എന്നുള്ള കാര്യം ആർക്കും അങ്ങോട്ട് വിശ്വാസം വന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ രാഹുലിനെ പോയി കണ്ടു. അപ്പോൾ രാഹുൽ പറഞ്ഞ്, ഹൂ കെയേഴ്സ്, ഇതൊക്കെ എങ്ങനെ പലതും വരുമല്ലോ, ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇത് രാഹുൽ മാങ്കൂട്ടമാണ് പണം തട്ടിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പാവങ്ങളുടെ കഞ്ഞിക്കാലത്തിനകത്ത് മണ്ണിട്ടിളക്കിയ വെറും നീചനാണ്, വെറും നെറിയട്ടവനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം
അതുകൊണ്ട് തന്നെയാണ് ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ കേരളക്കാർക്ക് മനസ്സിലായത് ഇത് അയാൾ തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോഴാണ് സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, അതായത് ഒരു MP അടക്കമുള്ളവരുടെ, ഒരു മുൻ MP മകള് വരെ ഇദ്ദേഹത്തിൻ്റെ ഈ ചതിക്കുഴിക്കകത്ത് അകപ്പെട്ടു പോയി എന്നുള്ള വാർത്ത വരുന്നത്. 2 പെൺകുട്ടികളെ, 2 യുവതികളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. അപ്പം അവരത് സംബന്ധിച്ച് ടെലിഫോൺ സന്ദേശങ്ങൾ പുറത്തു വരുന്നു, അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒടുവിൽ ആ പെൺകുട്ടിക്കെതിരെ വധഭീഷണി മുഴക്കി എന്ന് തന്നെ പറയും. അല്ലേ, എന്നെ കൊല്ലാനാണോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ, നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ പോരെ എന്ന് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, പാലക്കാട്ടുകാരുടെ MLA, ആ സമയത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള, ഈ 2 പേരെ കമ്പയർ ചെയ്യേണ്ടി വരും. കമ്പയർ ചെയ്യല്ല, സിമിലർ ആക്കേണ്ടി വരും. 2 പേരും ഒരു നുകത്തിൽ വെച്ച് കെട്ടാൻ പറ്റിയ 2 വണ്ടിക്കാളകളായിട്ടാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ സവാദിനെ തോന്നിയിട്ടുള്ളത്. സവാദ് ഈ പറയുന്ന കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്ന പോലെ അയാൾക്കുണ്ടായ കാമപൂർത്തീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിനകത്ത് പെൺകുട്ടികളെ ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നിടത്താണ് അയാളുടെ കാമപൂർത്തീകരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കണ്ടു തീർക്കുകയോ പ്രദർശിപ്പിച്ച് തീർക്കുകയോ ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ എങ്ങനെയെങ്കിലും വശീകരിക്കുക, തൻ്റെ വരുതിയിൽ കൊണ്ടുവരിക, താൻ വളയ്ക്കുക, പിന്നെ ഓടിക്കുക, ഇതായിരുന്നു ലക്ഷ്യം. ഇനി എന്തെങ്കിലും അതിനകത്ത് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അതിനകത്ത് ഒരബദ്ധം പറ്റി, മീൻസ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ആ ഗർഭം തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി, ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ കൂടെ നിൽക്കുന്ന ഏവൻ്റെയെങ്കിലും തലയിലേക്ക് കൊണ്ട് ഏൽപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തുക, അതിന് മരുന്ന് കൊടുക്കാം. അത് എവിടെ വെച്ച് വേണമെങ്കിലും മരുന്ന് കൊടുക്കാം, തളർന്ന് വീഴുക, അവർക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യവും വിട്ടേക്കും. അവർക്ക് അലർജി ആണെന്നോ ഒക്കെ പറഞ്ഞിരുന്നാലും ശരി, നിർബന്ധിച്ചോ എങ്ങനെയെങ്കിലും മരുന്നെത്തിക്കുക. അതിന് ചിങ്കിടികൾ കുറേ പേരുണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്, അങ്ങനെയൊക്കെ ചെയ്യിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് തൻ്റെ ഭാഗം ക്ലിയറാക്കി ഞാൻ വലിയ മിസ്റ്റർ ക്ലീൻ ആണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം ഏകദേശം 10-38 ദിവസം, ഏകദേശം 1.5 മാസം കൂട്ടിക്കോളൂ, 1.5 മാസക്കാലത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിനകത്ത് ഒളിച്ചു മൂടിയിരുന്നു. എന്നിട്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു കോൾ അനുവദിച്ചുകൊണ്ട് അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ട്രോമ എന്ന് പറഞ്ഞ എക്സ്ട്രീം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വേറൊരു ചോദ്യം അന്നേരം നമ്മൾ തന്നെ ചോദിക്കേണ്ടി വരും, ഈ പറയുന്ന പെൺകുട്ടികൾക്ക് എന്താ ഇതൊന്നും ട്രോമ ബാധകമല്ലേ? ഒരു പെൺകുട്ടിയെ ഇപ്പോൾ പറയുന്ന പോലെ നമ്മുടെ ഒരു മുൻ MP മകള്, ആ കുട്ടി അനുഭവിക്കാൻ ട്രോമയെന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയായിട്ട് കറങ്ങുന്നു, ബാംഗ്ലൂരും അവിടെ ഇവിടെയെല്ലാം പോകുന്നു. ഈ പറയുന്ന പെൺകുട്ടികളെ കേരളത്തിൽ കയറ്റില്ല. കേരളത്തിൽ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വീണ്ടും കറങ്ങുന്നു. ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് ഗർഭഛിദ്രം നടത്തുന്നു. എന്താ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ അനുഭവിച്ച് തീർത്തു കാര്യങ്ങളെല്ലാം. അല്ലെ പിന്നെ സവാദിനെ പോലെ അല്ല, സവാദ് ഭീരുവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അയാൾക്കത് കാണിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ധീരനാണ്, അയാളൊരു എക്സ്ട്രാ ഹ്യൂമൻ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇനി 38 ദിവസം ഒളിവിലിരുന്ന ആ മനുഷ്യനെ പിന്നീട് ഡിവൈൻ ആക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുള്ളി എന്തോ വിശുദ്ധ പ്രവൃത്തി ചെയ്ത് സ്വാതന്ത്ര്യസമര സേനാനിയാണ്, സ്വാതന്ത്ര്യസമരത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ട് വരുന്ന വരവാണ് എന്നുള്ള നിലയിൽ അങ്ങ് സ്വീകരണം കൊടുക്കുക, എടുത്തുയർത്തുന്നു, എടുത്തു പൊക്കുന്നു എന്ന് വേണ്ട ഭയങ്കര കനവിരളി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ഏകദേശം ഒരേപോലെയാണ്, അതായത് സവാദും രാഹുൽ മാങ്കൂട്ടത്തിലും ഏകദേശം ഒരേപോലെയാണ് എന്നുള്ളൊരു തോന്നലാണ്. 2ഇടത്തും അവർക്ക് അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ വാങ്ങിക്കൊണ്ടാണ് അവർ കേരള സമൂഹത്തിൽ ഇങ്ങനെ വിരാജിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ കുറേ ബോണസുകളുണ്ട്. ആ ബോണസുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിടയ്ക്കാണ് പേരാമ്പ്രയിൽ സമരം ഉണ്ടാകുന്നത്. അവിടുത്തെ പിന്നെ പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട് LDF സമരം നയിച്ചു. ആ സമയത്ത് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ പുറത്തുള്ള ഹാലിളക്കത്തിൽ കോൺഗ്രസ്സുകാരും പ്രതിഷേധത്തിനിറങ്ങി. ഈ പ്രതിഷേധത്തിന് വന്നതൊക്കെ പോട്ടെ, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നു. എന്തിൻ്റെ കേടാണ് ഇവർക്ക് ഈ മാധ്യമപ്രവർത്തകർ? അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലായി, ആ പർട്ടിക്കുലറായിട്ട് ഒരു റിപ്പോർട്ടറെ ആക്രമിക്കണമെങ്കിൽ തീർച്ചയായും ആ ചാനലിനോടുള്ള അവരുടെ വൈരാഗ്യം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ചാനലിനോടുള്ള അവരുടെ വൈരാഗ്യം എന്താണ്? ആ ചാനലിനോടുള്ള അവരുടെ വൈരാഗ്യം തങ്ങളുടെ തലതൊട്ടപ്പനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വാർത്ത കൊടുത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ചാനലിൻ്റെ റിപ്പോർട്ടറെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള കാരണം. അവിടുത്തെ ക്യാമറമാന് പരിക്കേറ്റിട്ടുണ്ട്, അവർ പെൺകുട്ടിയാണെന്നുള്ള ബോധ്യമില്ല, അതിനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു? അവരെ ആക്രമിച്ചു എന്ന് വെച്ചാൽ അടപടലം അക്രമോത്സുകമായി നടന്ന ഒരു സമരം, ഒരു പ്രതിഷേധ പ്രകടനം, അതിലേക്ക് കൃത്യമായി ഷാഫി പറമ്പിൽ ഇറങ്ങി വരുന്നു. ഇവിടെ ശരിക്കും ഈ നടപടികളിലൂടെ, ഈ സമരങ്ങളിലൂടെ വെളുപ്പിക്കാൻ ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ തന്നെയാണ്. അവിടെ വെളുപ്പിക്കലാണ് നടന്നത്.
അതിനിടയ്ക്കാണ് ഷാഫി അവിടെ നിന്നുകൊണ്ട് ഒരു സ്ഫോടക വസ്തു പോലീസുകാർക്കിടയിലേക്ക് ഒരു മൂരി എടുത്ത് എറിയുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു മുസ്ലിം ലീഗുകാരൻ, ആ മുസ്ലിം ലീഗുകാരൻ അവിടെ നിന്ന് എന്തൊക്കെ അസഭ്യം വിളിച്ച് പറയുന്ന ആലോചിച്ച് നോക്കണം. നമ്മൾ സാധാരണക്കാരാണെങ്കിൽ കൈ കെട്ടി വെച്ച് അവനെ അടിച്ചേനെ. അതുപോലത്തെ അസഭ്യം വിളിച്ച് പറയുന്ന ഒരു ലീഗ് നേതാവിനെ, ഒരു യൂത്ത് ലീഗിൻ്റെ നേതാവിനെ നമ്മൾ കണ്ടു. എന്നിട്ട് എന്തോ ഒരു സാധനം പോലീസുകാർക്കിടയിലേക്ക് വന്നു വീഴുകയും സെക്കൻഡുകൾക്കകം അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ഫസ്റ്റ് അക്രമത്തിന് തിരികൊളുത്തി വിട്ടത്? തിരികൊളുത്തി വിട്ടത് ശരിക്കും ഇവർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്, അല്ലെങ്കിൽ SDPIക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിയോ മൗമൂദികളോ ആണ്. അവരാണ് തുടക്കം ഉണ്ടാക്കിയിട്ടത്. അതിനുശേഷമാണ് പോലീസിൻ്റെ അതിക്രമം ഉണ്ടാകുന്നത്. പോലീസ് അടിച്ചിട്ട് പാല ഒടിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു നാണം കെട്ട നാടകം കളിച്ചു ഷാഫി പറമ്പിൽ. ഷാഫിയുടെ ഷോ അതാണ്. ഇതെല്ലാം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിച്ച് ചോദിക്കണം. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഈ മാതിരി ത്യാഗം സഹിച്ചുകൊണ്ട് ഇമാതിരി ഷോ കാണിച്ചുകൊണ്ട് 48 കിലോമീറ്ററോളം വാഹനത്തിൽ ഇവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്ന്, എന്താ അതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു ആശുപത്രി പോലും ഇല്ലായിരുന്നു? എന്താ കൃത്യം ബേബി മെമ്മോറിയൽ തന്നെ വന്ന് കയറിയത്? 48 കിലോമീറ്റർ, ഏകദേശം 1 മണിക്കൂറിന് അടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നില്ലേ? എന്തിന്? മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നല്ലോ, പോയില്ലല്ലോ. അത് ഈ വരുന്ന വഴിക്കല്ലായിരുന്നു, അവിടെയും കയറിയില്ല. അതിന് പകരം ഇവിടെ ബേബി മെമ്മോറിയൽ തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞ് മൂക്കിന് വളരെ അതീവ ഗുരുതരമായ സർജറി നടത്തി. ഈ സർജറി നടത്തി വിശ്രമത്തിൽ ICUവിൽ കഴിയുന്ന ഒരാളുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും നേതാക്കന്മാരാണ്. അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും KPCC അംഗങ്ങളും എന്ന് വേണ്ട സകലമാന ടീമുകളും ഈ പറയുന്ന ഷാഫി പറമ്പലിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണോ സർജറി കഴിഞ്ഞ ഒരാളെ നമ്മളെ കാണിക്കുന്നത്? സർജറി കഴിഞ്ഞ പാടെ തന്നെ നിന്ന് ഫോട്ടോ സെഷൻ അനുവദിക്കുമായിരുന്നോ? റീലുകൾ അനുവദിക്കുമായിരുന്നോ? ഇല്ലല്ലോ, ഇല്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ഷോകളെല്ലാം നടത്തിക്കൊണ്ട്, പിന്നെ തന്നെയല്ല പലരും സോഷ്യൽ മീഡിയ എഴുതി കണ്ടു, പലർക്കും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എഴുതുന്നത്. അവർ മൂക്കിലൊരു സർജറി ഉണ്ടായിരുന്നു, ആ സമയത്ത് അവരുടെ മീശ എടുത്തു മാറ്റി. ആ കാരണമുണ്ട്. കാരണം നമ്മൾ മീശ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒരുപാട് രോഗാണുക്കൾ തങ്ങി നിൽക്കാൻ ഇടയുള്ള ചില സ്പേസുകളാണ്. അതിനെക്കുറിച്ച് പല ഡോക്ടർമാർ സഹിതം വ്യക്തമാകട്ടെ, താടിയും മീശയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സർജറി, ചെറിയ മൂക്കിനകത്തൊക്കെ ഒരു സർജറി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ സർജറികളാണ്. അപ്പോൾ അത്തരം സർജറി നടക്കുന്ന സമയത്ത് നമ്മുടെ മീശയൊക്കെ സ്വാഭാവികമായിട്ടും എടുത്ത് കളയാറുണ്ട്. കാര്യം കുറച്ച് സുരക്ഷിതമാക്കുക, ഹൈജീനിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതൊക്കെ ഒരു നൂതന ടെക്നോളജി ആണെന്നൊക്കെയാണ് പലരും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കൊടുക്കണം വൈദ്യശാസ്ത്രത്തിനുള്ള ആ ഡോക്ടർക്ക്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പൊതുധാരയിൽ സജീവമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം. ഷാഫി പറമ്പിൽ ഇത്രയും വിശിഷ്ടനായ, ഇത്രയും ഉറ്റ ഒരു ചങ്ങാതി, സ്വന്തം മൂക്കിൻ്റെ പാലം കളഞ്ഞുകൊണ്ട് പോലും തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇത്രയും നല്ലൊരു ചങ്ങാതി ഉള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തിനാണ് കണ്ണാടി എന്ന് ചോദിക്കേണ്ടി വരും. കാര്യം എന്ത് തെമ്മാടിത്തരം കാണിക്കാം. അങ്ങനെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, പെണ്ണുങ്ങളെ വേട്ടയാടിയാലും, കൊണ്ടുവന്ന് ഗർഭഛിദ്രം നടത്തിയാലും, എന്ത് നടത്തിയാലും, ഇനിയിപ്പോൾ പാതിരാത്രിയിൽ ഈ പറയുന്ന ഇവർക്കൊക്കെ ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ഏതെങ്കിലും ആണുങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ഭയങ്കര മടിയാണ്. മണിക്കൂറുകൾ ശ്രമിക്കണം ഒന്ന് ഫോണിൽ കിട്ടാൻ. അതും അവൻ്റെയൊക്കെ PA-മാരായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അതേസമയം ഒരു പെണ്ണിനോട് രാത്രി കിടന്ന് കൊഞ്ചാനും കുഴയാനും അവരുടെ വീഡിയോ കോൾ ചെയ്യാനും ഒന്നും ഈ പറയുന്ന യുവ നേതാക്കന്മാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഹർഷകനാഥ് എന്ന് പറയുന്ന ഒരു കോഴി ഫാം ഉടമ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ വന്നിരിക്കുന്നത്. കാര്യം പുള്ളിക്ക് കോഴികളുമായി ഇടപെട്ടൊക്കെ നല്ല ശീലമാണ്. അതുകൊണ്ടായിരിക്കും AICC നേരിട്ട് കോഴി ഫാം നടത്തി പരിചയമുള്ള ഹർഷകനാഥ് എന്ന് പറയുന്ന ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്ന് നടക്കുന്നത്. അപ്പം ഇതൊക്കെ ദേശീയ തലത്തിൽ പോലും അറിയാം. ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു വലിയ കോഴി ഫാമാണ് എന്നുള്ള വിവരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന പെണ്ണുങ്ങളോട് അതിക്രമം നടത്തുന്നവർക്കും, പെണ്ണുങ്ങളെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുന്നവർക്കും, അവർക്കെതിരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നവർക്കും, രഹസ്യമായി സ്ത്രീകളെ ഉപയോഗിക്കുകയും ഒടുവിൽ അവർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അവരെ കൊണ്ടുവന്ന് ഗർഭഛിദ്രം നടത്തുന്നവരെയും എടുത്തുയർത്തിക്കൊണ്ട് നടക്കാനും അരിയിട്ട് വാഴിക്കാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ളൊരു പരമ യാഥാർത്ഥ്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ മരിച്ചു. കാരണം ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവാണ്. ആ പേരെഴുതി വെച്ചിട്ടാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. അന്വേഷിച്ച് വന്നപ്പോൾ വേറൊരു സ്ത്രീ കൂടി ഇയാൾ കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താ അല്ലേ? ഇതിനു മുമ്പ് എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിരിപ്പ് കൊണ്ട് എത്രയോ യുവതികൾ ജീവനൊടുക്കിയിരിക്കുന്നു, അവരെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം കഥകളാണ് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീ പീഡനം നടത്തിക്കോളൂ, നിങ്ങളെ തേടി വരാൻ പോകുന്നത് പൂമാലകളും പൂച്ചെണ്ടുകളുമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ഇനി ഒരു ശരാശരി മലയാളി പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം.